പോസ്റ്റൽ വോട്ടുകൾ എണ്ണി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. പോസ്റ്റൽ വോട്ടുകൾ എണ്ണി തുടങ്ങി. ഇതാ വരികയായി ആദ്യത്തെ ഫലസൂചന. സ്ക്രീനിന്റെ ഇടതുവശത്തേക്ക് നോക്കൂ, അവിടെ കാണാം എം സ്വരാജാണോ ആര്യാടൻ ഷൗക്കത്താണോ PV അൻവർ ആണോ ആദ്യം സ്വന്തം ടാലിയിൽ ഒരു നമ്പർ കൊണ്ടുവരുന്നത് എന്ന് കാണാൻ വളരെ വളരെ ആകാംക്ഷാഭരിതരായി കാത്തിരിക്കുകയാണ് മലയാളം ഒന്നാകെ. എം സ്വരാജോ ആര്യാടൻ ഷൗക്കത്തോ PV അൻവറോ വഴിക്കടവിലെ എണ്ണലിലേക്ക് കടക്കുന്നു. ഒപ്പം ഇതിന്റെ കൂടെ 1400 പോസ്റ്റൽ ബാലറ്റുകൾക്കൊപ്പം വഴിക്കടവിന്റെ മെഷീൻ കൂടി എണ്ണമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഒരുമിച്ച് എണ്ണലിലേക്ക് കടക്കുന്നതാണ് നമ്മൾ ആദ്യം അസ്ലം റിപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ആദ്യം തന്നെ 8:15 തന്നെ ഈ സ്ക്രീനിൽ കാണുന്ന ഇപ്പോൾ കാണുന്ന ശൂന്യമായി കിടക്കുന്ന ടാലിയിൽ അക്ഷരങ്ങൾ കൊണ്ട് നിറയുമെന്ന് വിചാരിക്കണം. എം സ്വരാജോ ആര്യാടൻ ഷൗക്കത്തോ അതോ PV അൻവറോ ആദ്യത്തെ നമ്പർ പ്രകടമാക്കുന്നതാരാണ് എന്നറിയാൻ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നു ഞങ്ങളും നമ്മളെല്ലാവരും. എന്തായാലും നിലമ്പൂരിന്റെ ഫലസൂചനകൾ ഇതാ വന്നു തുടങ്ങുകയായി. പോസ്റ്റൽ സർവീസ് ബാലറ്റുകൾ എണ്ണി തുടങ്ങുകയാണ്. 1402 വോട്ടുകളാണ് സർവീസ് ബാലറ്റുകളായുള്ളത്, പോസ്റ്റൽ ബാലറ്റായി ഉള്ളത്. അതിന്റെ ഫലം ഇപ്പോൾ വന്നു തുടങ്ങുകയായി. അല്പസമയത്തിനകം നിമിഷാർദ്ധങ്ങൾ മാത്രം ഇനി ബാക്കി. ആദ്യത്തെ ഫലസൂചന വരാൻ. ആരാണ് ആദ്യത്തെ അക്കം സ്വന്തം ടാലിയിൽ കൊണ്ടുവരുന്നത് കാണാം. UDF വലിയ പ്രതീക്ഷയുള്ള സ്ഥലത്താണ് ആദ്യത്തെ എണ്ണൽ. മെഷീൻ എണ്ണുമ്പോൾ എന്തായാലും ഞങ്ങൾക്ക് ആധിപത്യം ഉണ്ടാകുമെന്ന് UDF പ്രതീക്ഷിക്കുന്ന സ്ഥലത്താണ്. വഴിക്കടവിലെ വോട്ടുകൾ ആദ്യം എണ്ണുകയാണ്. പക്ഷെ പോസ്റ്റൽ ബാലറ്റിൽ ആരുണ്ടാക്കും നേട്ടമെന്നറിയാൻ ഇതാ എല്ലാവരും 2021 പോസ്റ്റൽ ബാലറ്റ് എണ്ണിയപ്പോൾ UDF-നായിരുന്നു ആധിപത്യം എന്നുകൂടി ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്തവണ പോസ്റ്റൽ ബാലറ്റിന്റെ എണ്ണം കുറവാണ് കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച്. 2021 പോസ്റ്റൽ വോട്ട് കണക്ക് ആകെ 3982 ആയിരുന്നെങ്കിൽ അതിൽ UDF-ന് 1814 വോട്ട് കിട്ടി. 92 വോട്ടിന്റെ ലീഡായിരുന്നു അന്ന് പോസ്റ്റൽ ബാലറ്റിൽ UDF-നുണ്ടായിരുന്നത്. ഇക്കുറി ആകെയുള്ളത് പോസ്റ്റൽ വോട്ടുകൾ 1402 മാത്രമാണ്. ഈ 1402 UDF ആധിപത്യം പുലർത്തുമോ അതല്ല LDF ആധിപത്യം പുലർത്തുമോ? കാരണം പോസ്റ്റൽ ബാലറ്റിന്റെ എണ്ണം ഇക്കുറി കുറവാണ് എന്നുള്ളതുകൊണ്ട് LDF-ന് മേൽക്കൈ ഉണ്ടാകുമോ UDF-ന് മേൽക്കൈ ഉണ്ടാകുമോ ആദ്യ ഫലസൂചനകളിൽ എന്നാണ് നാം നോക്കേണ്ടത്. ആകെ പോൾ ചെയ്ത വോട്ട് നമുക്ക് ഇപ്പോഴും ഒന്നുകൂടി പറയണം, 1,76,069 വോട്ടുകളാണ്. പോളിംഗ് ശതമാനം 75.87. അതിൽ പോസ്റ്റൽ ബാലറ്റുകൾ കേവലം 1402 മാത്രമാണ് എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഇതിൽ UDF ആണോ LDF ആണോ മേൽക്കൈ നേടുക? 2021 LDF വിജയിക്കുമ്പോൾ പോലും പോസ്റ്റൽ ബാലറ്റുകളിൽ UDF ആണ് 92 വോട്ടുകൾക്ക് മുന്നിട്ട് നിന്നത് എന്നതും ശ്രദ്ധേയമാണ്. അതിന്റെ പാതിയോളം മാത്രമായി ഇത്തവണ പോസ്റ്റൽ ബാലറ്റുകൾ കാണുക. കഴിഞ്ഞ തവണ 3000-ലധികം പോസ്റ്റൽ ബാലറ്റുകൾ ഉണ്ടായിരുന്നു എങ്കിൽ 3982 ഉണ്ടായിരുന്നെങ്കിൽ ഇത്തവണ ഉള്ളത് 1402 മാത്രമാണ്. പാതിയിൽ താഴെ മാത്രമാണ് ഇത്തവണ പോസ്റ്റൽ ബാലറ്റുകൾ ഉള്ളത് ശ്രദ്ധിക്കണം.